நாடின் புலிவால் மாட்டா சொல்லுன்னே மறுமருந்தி விடெல்லாத்தீனும் கப்பேள முட்டு மறுபடி விடெல்லாத்தீனும் கப்பேள മുട്ട്. എങ്ങനെ നടന്ന കുഞ്ഞോന ഒരു പോത്ത് മതി ജീവിതം മാറ്റിമറിക്കാൻ. അതിന് ഞാൻ മരിച്ചു പോയിട്ടൊന്നുമില്ലല്ലോ. ഞാൻ സ്റ്റിൽ ലിവിങ്. വേലി ചാടി വന്ന പോത്തിനെ ഞാൻ വലത് കാല് വെച്ച് തൊഴിച്ചു. ടൈമിംഗ് മാറിപ്പോയി. സർവേക്കല്ലിനാ കൊണ്ടത്. എന്റെ കാല് പൊട്ടി, അത്രേ ഉള്ളൂ. തെക്കൻ കളരി അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ പോത്തിനെ തൊഴിച്ചത്. പക്ഷെ പോത്ത് വടക്കൻ കളരിക്കാരാണെന്ന് തോന്നുന്നു. എന്തായാലും എന്റെ സ്റ്റെപ്പ് പോത്തിനും മനസ്സിലായില്ല. ഏതാ കുഞ്ഞുമോനെ, നീ ഒന്ന് നിർത്തി റെസ്റ്റ് എടുത്ത് നിന്റെ കാലൊന്ന് നേരെയാക്കാൻ നോക്കാം. ഇതിലെ തേരാപ്പാര അങ്ങോട്ടും കൂടി നടക്കാളല്ലേ ആക്കിയതല്ല. പാവം പോത്ത്. കുഞ്ഞോനെ, പോത്തിന് എന്നാ പറ്റിയടാ? അതല്ലേ രസം. പ്രതികാരദാഹിയായി ഞാൻ ആ പോത്തിന് വില കൊടുത്ത് വാങ്ങിച്ചു. കശാപ്പുകാരൻ തൊമ്മിയെ വിളിച്ച് തട്ടി. ഞങ്ങളുടെ കുടുംബക്കാരെ ഇറച്ചിയെല്ലാം വീതിച്ചെടുത്തു. ആ ഇറച്ചി കറി വെച്ച് കഴിച്ചപ്പോഴാ എന്റെ പട്ടാളക്കാരൻ അമർന്നത്. ബാക്കി ഇറച്ചി ഞാൻ ഉണക്കാനും വെച്ചു. എന്റെ അടുത്ത പോത്തിന്റെ കളി. അല്ല ചാച്ചപ്പോ, നമ്മുടെ ആ തുണ്ടത്തിലെ സബാന്റെ മകൻ ഷാരോണെന്ന് മറ്റോ പേര്, ഇന്നലെ അവനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് പറയുന്നത് കേട്ടല്ലോ. കേട്ടത് നേരാ. ഇന്നലെ അർദ്ധരാത്രിക്ക് ആ ശോഷണ പുഷ്പത്തിനെ പോലീസുകാർ പൊക്കിയത്. അവന്റെ അപ്പൻ സെബാനുണ്ടല്ലോ, ഇപ്പൊ പോലീസ് സ്റ്റേഷൻ നിരങ്ങി നടക്കുക. അയ്യോ, അവനൊരു കൊച്ചു പയ്യനല്ലേ? പിന്നെ 11ാം ക്ലാസ്സിലും കണ്ടല്ലേ പഠിക്കുന്ന ടൗണില്. 10ാം ക്ലാസ് വരെ ആ കൊച്ചു പഠിച്ചോണ്ടിരുന്ന നമ്മളെ പള്ളിവക സ്കൂളിലാ. അതേന്നേ, ആഴ്ചയിൽ അവൻ മരുന്ന് പോലെ ഇരിക്കണെങ്കിലും പ്രവൃത്തിയിൽ ദാവൂദ് ഇബ്രാഹിമിന്റെ കൊച്ചുമോന്റെ പണിയിലെ അവൻ ചെയ്തത് കഞ്ചാവ് കച്ചവടാന്നാ ഞാൻ കേട്ടത്. മിശിഹാ തമ്പുരാനെ, ഇതെന്തോ കേക്കുന്നേ? ഈ പോടാ കുഞ്ഞുവനെ. പച്ചപ്പുല്ലിന് തീ പിടിക്കുന്ന നുണയും കൊണ്ട് അവൻ രാവിലെ ഇറങ്ങിയേക്കുക. പുഴുങ്ങിയ നെല്ലിന് വാ വിളിക്കാത്ത ആ കൊച്ചിനെ കുറിച്ചാണോടാ നീ ഇങ്ങനെ പറയണേ? പുഴുങ്ങിയ നെല്ലിന് വാ വിളിച്ചോ, പൊളിച്ച വായിലേക്ക് പുഴുങ്ങാത്ത നെല്ലിട്ടോ, ഇതൊന്നും എനിക്കറിഞ്ഞൂടാ. മേം സച്ച് ബോൾന ആത്മീയ. കേട്ടോ അറിയത് കേട്ടാ. ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറത്തേക്കാ പോക്ക്. ഇപ്പോഴത്തെ നമ്മുടെ പിള്ളേര് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം ദൈവം തമ്പുരാൻ വിചാരിക്കുന്നതിനും അപ്പുറത്താ. ശരിയാ. ഈ കഴിഞ്ഞ ദിവസം നടുറോഡിലിട്ട് അമ്മയെ കോമ്പസ് കൊണ്ട് കുത്തിയ ഒരു മകനെ കുറിച്ചൊരു വാർത്ത വായിച്ചിരുന്നു. അറിയത് കേട്ടാ, നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരല്ല. നമ്മൾ പോലും അറിയാതെ അവർക്ക് ചുറ്റും ചതിക്കുഴികൾ തീർത്തുകൊണ്ട് ഒരു അധോലോക സംഘം നമ്മുടെ കുട്ടികൾക്ക് ചുറ്റുമുണ്ട്. എന്നാലും ഇത്രയും ശാന്തനായിട്ടുള്ള ഒരു പയ്യൻ. ആ ശാന്തത കൊടുങ്കാറ്റിനു മുമ്പുള്ള ഭീകര ശാന്തത പോലെയാണ്. മിലിറ്ററി ആക്ഷന് മുമ്പുള്ള ഭീകര ഗംഭീര നിതാന്ത ശാന്തത പോലെ. എന്ത് പറയാന്, ബാഗും തൂക്കി ആരെങ്കിലുമൊക്കെ ബൈക്കിന്റെ പുറകിലിരുന്ന് പള്ളിക്കൂടത്തിലേക്ക് പോണ കാണാറുണ്ട്. ഇടയ്ക്ക് ഇവിടെ ഒന്ന് മിഠായി മേടിക്കാറുണ്ട്. ഈ ബാഗും തൂക്കി ബൈക്കിന്റെ പുറകിൽ പോകുന്നത് തന്നെ കുഴപ്പമുണ്ടാക്കിയത്. നമ്മുടെ പിള്ളേരോട് 100 അടി നടക്കാൻ പറഞ്ഞ അവർ നടക്കോ? എന്നെ നോക്ക്, ഈ 60ാം വയസ്സിലും 20 കിലോമീറ്റർ വരെ ഓടുമായിരുന്നു ഈ ധീരജവാൻ നൗജവാൻ, ഈ പോത്തുമായിട്ടുള്ള എൻകൗണ്ടറിന് തൊട്ടു മുമ്പ് വരെ. ഞാനും ഓടിയിട്ടുണ്ട് കുഞ്ഞുവാൻ ചേട്ടാ കുറെ. കിലോമീറ്റർ കണക്കൊന്നും ഓർമ്മയില്ലെന്നേ ഉള്ളൂ. അത് നിന്നെ പോലീസ് ഓടിച്ചിട്ടല്ലേ. ഞാൻ ഓടുന്നത് മേരാ ഹെൽത്ത് കേലിയെ, എന്റെ ആരോഗ്യത്തിന് വേണ്ടിയാ. എന്നിട്ട് പറഞ്ഞു തന്നെ പറയേണ്ടി വരും. നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേരുടെ ട്രെൻഡ് ഉണ്ടല്ലോ, ഒരല്പം സ്കൂളിലേക്ക് നടക്കാനുള്ളൂങ്കിലും അവര് വരുന്ന ബൈക്കിനൊക്കെ കൈ കാണിക്കും. 6 എണ്ണത്തിന് കൈ കാണിക്കുമ്പോ ഒരുത്തം കയറ്റും. നടക്കാതെ കാര്യം നടക്കും, അത്ര തന്നെ. യെസ്. അതുകൊണ്ട് ലിഫ്റ്റ് കൊടുക്കുന്നവര് മോശക്കാരാണെന്നോ ലിഫ്റ്റ് കൊടുക്കാത്തവര് കൊള്ളരുതാത്തവന്മാരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കൊള്ള ബുദ്ധിയോടുകൂടി ലിഫ്റ്റ് കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ ഒരു ചതിക്കുഴിയിൽ വീണതായി കൊച്ചൻ. അതെ അതെ കേട്ടാ, നമ്മുടെ കുട്ടികൾ അറിയാതെ തന്നെ അവരെ മയക്കുമരുന്ന് കച്ചവടത്തിൽ ഏർപ്പെടുത്തുന്ന ചില മയക്കുമരുന്ന് ലോബികളുണ്ട് ഇവിടെ. വാട്സാപ്പിൽ കൂടിയായി കുട്ടികളെ ഇവർ വശീകരിക്കുന്നത്. എന്തായാലും കൊച്ചൻ കഞ്ചാവിന്റെ ലഹരിയിലങ്ങ് വിഹരിക്കാൻ തുടങ്ങി. കൂട്ടുകാർക്കിടയിൽ കച്ചവടവും കേടില്ലാത്ത വരുമാനവും. അവസാനം കുട്ടി പോലീസ് വരും. കുട്ടി പോലീസോ? അതേന്ന്, സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ്സ്.
സ്കൂളുകളിൽ പരിശീലനം കിട്ടിയ കുട്ടികളാവരും. കുട്ടികളുടെ ഇടയിലുള്ള ലഹരി മരുന്നിന്റെയും മറ്റും ഉപയോഗം തിരിച്ചറിഞ്ഞ് അവരുടെ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിവരം അറിയിക്കുക. അങ്ങനെ ആ ചെറുക്കനെ അവര് പൊക്കി. സത്യം പറഞ്ഞ കള്ളും കുടിച്ച് തെന്നിത്തെറിച്ച് ഒത്തിരി നടന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഈ കഞ്ചാവ് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. എന്തൊക്കെ പറഞ്ഞാലും സ്കൂളും പരിസരവും ഒക്കെ ഇപ്പൊ മാറിപ്പോയിന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിള്ളേരെ കൊടുക്കാൻ ഇപ്പൊ കുറെ മയക്കുമരുന്ന് കച്ചവടക്കാരും. എന്ത് വിശ്വസിച്ചാ കർത്താവെ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കണം. മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. സ്കൂളിലേക്കെന്നും പറഞ്ഞു പോകുന്ന കുഞ്ഞുങ്ങള് ആരെയൊക്കെ കാണുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്നറിയാനുള്ള സമയവും സാഹചര്യവും ഒക്കെ മാതാപിതാക്കൾ കണ്ടെത്തണം. എന്റെ കുഞ്ഞു പാവം, എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞ്, അവന് അല്ലെങ്കിൽ അവക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് കരുതരുത്. എത്ര തിരക്കുണ്ടെങ്കിലും വിവേകപൂർണമായ ഒരു ജാഗ്രത വേണം മാതാപിതാക്കൾക്ക്.